ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001-9001-56 8000-8001-20. എടാ നിന്റെ അപ്പച്ചി വിളിച്ചായിരുന്നു. കമലേശ്വരത്ത് പോലീസ് വന്നിട്ട് പോയെന്ന്. കമലേശ്വരത്തെ മരുമോളെ കാണാതായത് പിന്നെ പോലീസ് വരത്തില്ലേ? എടാ അവരിങ്ങോട്ടും വരത്തില്ലയോ? വരും. എന്റെ അച്ഛ അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ പ്രതാപനങ്ങളുടെ വീട്ടിലും പോലീസ് വരും. പക്ഷെ നമുക്കൊന്നും അറിയത്തില്ല. എടാ ഇവിടുത്തെ ഇപ്പോഴത്തെ CI ആളങ്ങനെ ശുപാർശ ഒന്നും കേൾക്കുന്ന ആളല്ല. അല്ലെങ്കിൽ കേസ് വഴിതിരിച്ച് വിടാമായിരുന്നു. അച്ഛൻ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും നിൽക്കണ്ട. ദേ നമ്മളിപ്പോ ആർക്കും സംശയമില്ല. പിന്നെ ശുപാർശ ചെയ്യാൻ പോയാല് ഈ അന്വേഷണം നേരെ നമ്മുടെ നേർക്ക് തിരിയും. എനിക്ക് നെഞ്ചിടിപ്പുണ്ടടാ. പിന്നെ ഉണ്ണി വിളിച്ചിരുന്നോ? ആനന്ദു ഇന്നലെ തന്നെ മഹാലക്ഷ്മിയെ പറ്റിയുള്ള വിവരങ്ങൾ തിരക്കിയെന്നാ പറഞ്ഞത്. ഇനിയിപ്പം ഇടയ്ക്കും മുറയ്ക്കൊക്കെ വിളി ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അതുപോലെ തന്നെ അഗസ്ത്യകൂടത്തിൽ കഴിയുന്നവൻ എത്രയും പെട്ടെന്ന് തന്നെ അവന്റെ തറവാട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. മഹാലക്ഷ്മി പോയി കഴിഞ്ഞാ പിന്നെ അവൻ എഴുന്നേറ്റ് നടക്കണമെന്ന് പോലും തോന്നത്തില്ല. മഞ്ജുവിനോട് നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? മഹാലക്ഷ്മി ഇനി മടങ്ങി വരത്തില്ല എന്ന് പറഞ്ഞു. എടാ അവൾ ആകെ നിരാശയില്ല. നിന്റെ അമ്മയും പെങ്ങളും ഒന്നും പഴയ സ്നേഹം അവളോട് കാണിക്കുന്നില്ല. സ്ത്രീധനമൊന്നും കിട്ടാത്തതിന്റെ ദേഷ്യം നിന്റെ അമ്മ പ്രകടിപ്പിക്കുന്നുണ്ട് മോനെ. അതൊന്നും വേണ്ടാന്ന് അച്ഛനാണ് അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇനിയിപ്പോ മഹാലക്ഷ്മി അങ്ങ് പൊക്കഴിഞ്ഞാ കണ്ണന്റെ സ്വത്തുക്കളും മൊത്തം ഉണ്ണിക്കും മഞ്ജുവിന് അവകാശപ്പെട്ടതാ. അതൊക്കെ കിട്ടിയെന്ന് പറയാൻ പറ്റത്തുള്ളൂ മോനെ. കണ്ണന്റെ കാലുകൾക്ക് തളർച്ചയുണ്ടെങ്കിലും അവന്റെ മനസ്സിന് നല്ല ബലവാ. ചില നേരത്ത് അവന്റെ അച്ഛനേക്കാളും ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള കൂട്ടത്തിലാ കണ്ണൻ. പിന്നെ അവനും അനന്തും ഒക്കെ വക്കീലന്മാരാ. അതൊക്കെ നമ്മൾ ഭയന്നേ പറ്റൂ. മഹാലക്ഷ്മിയെ കൊന്നത് നമ്മളാണെന്ന് പോലീസ് തെളിയിച്ചില്ലെങ്കിലും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരെയൊക്കെ കണ്ണന് തിരിച്ചറിയാൻ പറ്റും മേഘ. അതുകൊണ്ട് അവന്റെ സ്വത്തുക്കളെല്ലാം അവൻ ഏതെങ്കിലും ഒരു അനാഥാലയത്തിന്റെ പേരിൽ എഴുതി വെച്ചാലും മതി. അങ്ങനൊരു നീക്കം അവന്റെ ഭാഗത്തുനിന്നുണ്ടായ പിന്നെ ഞാൻ പറഞ്ഞ തന്നെ സംഭവിക്കും. ഭാര്യയ്ക്ക് പിന്നാലെ ഭർത്താവ് അങ്ങ് പോവും. എന്നിട്ട് മഹാലക്ഷ്മിയുടെയും അവന്റെ അച്ഛന്റെയും അമ്മയുടെയും കൈയും പിടിച്ച് അവനും നടക്കും ഇരുട്ടിലൂടെ. അതല്ലാതെ പിന്നീട് അവൻ വെളിച്ചത്തേക്ക് വരില്ല. അച്ഛാ, അവിടെ പോലീസും പട്ടാളൊക്കെ വന്നിട്ട് പോയെന്നാ ഉണ്ണിയേട്ടൻ വിളിച്ചപ്പോ പറഞ്ഞത്. മോളെ അവളെ കാണാനുള്ള കാര്യം ഉറപ്പായില്ലേ? ഇത്തവണ അച്ഛന്റെ നാവ് ശരിയാണെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായതാ. ഇനിയിപ്പോ പോലീസ് ഇങ്ങോട്ടെങ്ങാനും കയറി വരുവോടാ? എന്താ സംശയം? വരും, ഉറപ്പായിട്ടും വരും. വേറൊന്നും കൊണ്ടല്ലമ്മേ. പോലീസ് ചെന്ന് കണ്ണനോട് ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എന്റെയും അവന്റെ അമ്മാവന്റെ ഒക്കെ പേര് പറയും. അതുകൊണ്ട് എല്ലായിടത്തും പോലീസ് കയറി ഇറങ്ങുന്നുള്ള കാര്യം ഉറപ്പാ.
എനിക്ക് പേടിയായതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് പോവാതിരുന്നത്. ഇനിയിപ്പോ അവിടെ വന്നതുകൊണ്ട് അങ്ങോട്ട് പോവല്ലേ അച്ഛാ? ഹ, അല്ലെങ്കിലും മോളോടൊന്നും ചോദിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോ ചോദിച്ചാൽ തന്നെ മോക്കൊന്നും അറിയില്ല, അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. ആ അങ്ങനെ പറയുമ്പോഴോട്ടല്ലോ സങ്കടം മുഖത്ത് വേണം. അതെന്നോട് പറയേണ്ട കാര്യമില്ല മുത്തശ്ശി. അവളിനി വരത്തില്ലെങ്കിൽ എങ്ങനെ അഭിനയിക്കാനും ഞാൻ തയ്യാറാ. മോളെന്തെങ്കിലും കഴിച്ചായിരുന്നോ? ആ അവള് മുട്ടക്കറി ഉണ്ടാക്കി ഡൈനിങ് ടേബിളെ വെക്കുന്നതേ ഉള്ളൂ. ആ എന്നാ പിന്നെ മോള് പോയി കഴിക്കേ. അച്ഛൻ വരുന്നില്ലേ? ഓ ഞാൻ വരുന്നില്ല മോളെ. അവിടെ വന്നാലേ ഞാൻ ചിലപ്പോ അട്ടഹസിച്ചങ്ങ് ചിരിച്ചു പോകും. എനിക്ക് ഈ സങ്കടം നടിക്കാനൊന്നും പറ്റില്ല. എന്ന് വെച്ചാൽ എന്റെ ജീവിതത്തില് ഇതുപോലെ ഞാൻ സന്തോഷിച്ച ഒരു ദിവസമില്ല മോളെ. ഇന്നലെ രാത്രി മുതൽ ആ സന്തോഷം തുടങ്ങിയതാ. ഹോ അതുകൊണ്ട് ശരീരം ആസകലം വേദനയായിട്ടും രാവിലെ തന്നെ പോയി അങ്ങ് കുളിച്ചേ. ഇപ്പൊ ആ വേദനയൊക്കെ പോയില്ലേടാ? ആ കുറേശ്ശെ പോയി വരുന്നു. ഓ എന്താ പിന്നെ പുറത്തോട്ടൊന്നും അധികം ഇറങ്ങണ്ട. ഇനി ഇറങ്ങിയ നിന്നെ വേദനിപ്പിക്കാൻ മറ്റവും വരും ആർക്കോ.